Good evening everyone. Welcome to exam point. അങ്ങനെ +1ന്റെ മറ്റൊരു ഫിസിക്സ് ക്ലാസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് തിയറി, ഗതിക സിദ്ധാന്തം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി. അപ്പോൾ പഠിക്കാൻ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഉഷാറായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. +2ലേക്ക് നല്ല മാർക്കോടെ പോകാനായിട്ട് നമുക്ക് എന്ത് വേണം? +1ൽ തന്നെ നല്ലൊരു മാർക്ക് വേണം അല്ലേ? എന്നാൽ മാത്രമേ +2ൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു എക്സൈറ്റഡ് ഓഫറാണ് മിസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾ ഈ ഒരു ലൈവ് കാണുമ്പോൾ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മിസ് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട്. ആ 5 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ സമയമില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചെടുത്തിട്ട് രാത്രി 9 മണി വരെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതി അയക്കേണ്ട സമയം നിങ്ങൾക്കുണ്ട് കേട്ടോ. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് 5 ഉത്തരങ്ങളും അയക്കുക. കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ പറയുന്ന കുട്ടികളിൽ നിന്ന് 5 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? they will win the complete set of exam point guides. ഫ്രീ ആയിട്ട് +1ന്റെ എല്ലാ വിഷയങ്ങളുടെയും ഗൈഡുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ഒരു ചാൻസ് മിസ് ചെയ്യാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേ. +1ലെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന +1ലെ മറ്റു കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാം ഒന്ന് ഈ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കും ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇന്ന് ആ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഗൈഡ്സ് കിട്ടാനുള്ള സാധ്യതയാണ് എക്സാം പോയിന്റ് തുറന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സാം പോയിന്റ് ഗൈഡ് ഇനി കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, എക്സാം ആയി അല്ലേ? നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കൊക്കെ വന്നപ്പോൾ കുറച്ച് പേർക്കൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ടാവും മാർക്ക് കുറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റിൻ്റെ സഹായത്തോടു കൂടി കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്സ് നേടിയെടുക്കാനുള്ള ആ ഒരു എളുപ്പ വഴിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ സ്വീകരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഗൈഡിന് ഇപ്പോൾ കടകളിലാണെങ്കിൽ പോലും എന്താണ്, ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് 1 രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ വിഷയങ്ങളുടെയും ഗൈഡ് ഇന്ന് തന്നെ നേടാനുള്ള ഒരു വലിയ ഓഫറാണ് എക്സാം പോയിന്റ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ നിർബന്ധമായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു കാര്യം എത്തിക്കുക. കാരണം എക്സാം പോയിന്റിൻ്റെ ഈ ഒരു ലൈവ് ക്ലാസ്സുകളെ കുറിച്ചും ഈ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിവ് അവേ ടൈമിനെ കുറിച്ചും അവരിലേക്കൂടെ കാര്യങ്ങളൊന്ന് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 13, +1 ഫിസിക്സിലെ ചാപ്റ്റർ 13 ആണ് കൈനറ്റിക് തിയറി. നമുക്ക് തുടങ്ങിയാലോ? വളരെ സിമ്പിളായ ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ഓഫ് എ ഗ്യാസ്, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ എന്താണ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതുപോലെ ഇക്വിപാർട്ടീഷൻ എനർജി, അങ്ങനെ കുറച്ച് സിമ്പിൾ ടേംസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുക. അവസാനം മീൻ ഫ്രീ പാത്ത് എന്നൊരു കൺസെപ്റ്റോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ കാണും കേട്ടോ. അപ്പോൾ വളരെ ചുരുക്കം കൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഒരു 1.25 മണിക്കൂറോളം മിസ്സിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്കിന്ന് പഠിച്ചെടുക്കാം കൈനറ്റിക് തിയറി. റെഡി അല്ലേ? യെസ്, ഹിയർ വി സ്റ്റാർട്ട്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. അതിലേക്ക് വരുമ്പോൾ ആ പോസ്റ്റുലേറ്റ്സ് പഠിക്കുന്നതിന് മുൻപ് ആരാണ് ഈ ഒരു ഗതിക സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ഡെവലപ്പ് ചെയ്തത് നിങ്ങൾക്കറിയാമോ? യെസ്, പ്രധാനമായിട്ടും മാക്സ്വെൽ, അതുപോലെ ബോൾട്സ്മാൻ ആൻഡ് ക്ലോഷ്യസ്, ഇവർ 3 പേരും അവരോടൊപ്പം മറ്റ് കുറച്ച് സയൻറ്റിസ്റ്റ് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് അല്ലെങ്കിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ആരൊക്കെയാണ്? ക്ലോഷ്യസ്, ബോൾട്സ്മാൻ, മാക്സ്വെൽ ആൻഡ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്തൊക്കെയാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്, ഗ്യാസുകൾ എങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ ഒരു പോസ്റ്റ്ലേറ്റ് പ്രകാരം ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് ഇങ്ങനെയാണ്. ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരുപാട് മോളിക്യൂൾസ് കൂടി ചേരുന്നതാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു വെസൽ നിറയെ ഗ്യാസ് ഫില്ല് ചെയ്ത് തടച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? അതിൽ
എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അത് ഫുള്ളായിട്ട് ആ ഒരു കണ്ടെയ്നർ നിറഞ്ഞു നിൽക്കും. ശരിയല്ലേ? നമുക്കറിയാം ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ മോളിക്യൂൾസിൽ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. ദേ ആർ ഫാർ എപ്പാർട്ട്. ലിക്വിഡിനെയും സോൾട്ടിനെയും കൺസിഡർ ചെയ്യുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് അനുഭവപ്പെടുന്ന ആരിലാണ്? ഗ്യാസസിലാണ്, അല്ലേ? വാതകത്തിലാണ്. ഹിയർ ദ മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്ഫിയേഴ്സ് ആൻഡ് ആർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ദേ ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ, അതുപോലെ റിജിഡ് ആണ്, സ്ഫിയേഴ്സ് ആണ്, അല്ലേ? അതുപോലെ വ്യത്യസ്തമായ വാതകങ്ങൾക്ക് എന്തായിരിക്കും? മോളിക്യൂൾസും പ്രത്യേകത വ്യത്യാസങ്ങളുള്ളവ തന്നെയായിരിക്കും. അതാണ് ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് പറയുക. ഇനി നമ്മൾ കാണുന്നത് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിലാണ്. എന്താ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്? സൈസ് ഓഫ് എ മോളിക്യൂൾ. നമ്മൾ എടുക്കുന്ന ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം, അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ സൈസ് ഓഫ് എ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? സൈസ് ഓഫ് എ മോളിക്യൂൾ ഇസ് വെരി വെരി സ്മോൾ വെൻ വി കമ്പയർ വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂളിന്റെ സൈസ് വളരെ ചെറുതാണ്. 2 മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം എന്ന് പറയുമ്പോൾ എന്താ? വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമുക്കത് നെഗ്ലിജിബിൾ ആണെന്ന് പറയാം. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് നോക്കിയാലോ? യെസ്, മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ റാൻഡം മോഷൻ. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവിങ് ആണ്, അല്ലേ? കണ്ടിന്യൂസ്ലി ദേ ആർ മൂവിങ്. സോ വി ക്യാൻ സേ ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ റാൻഡം മോഷൻ. അത് റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനി അടുത്ത പോസ്റ്റ്ലേറ്റിലേക്ക് പോവുകയാണ്. നാലാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നതാണ് മൂവ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ദിയർ മോഷൻ മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കും, കൊളൈഡ് ചെയ്യും. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് ഇപ്പം നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ആ മോളിക്യൂൾസ് നമ്മൾ കൂട്ടിയിടിക്കുക, അതിനാണ് കൊളീഷൻ എന്ന് പറയുക. സോ വെൻ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, അപ്പോൾ എന്ത് സംഭവിക്കും? പരസ്പരം കൂട്ടിയിടിക്കുന്നു. അതുപോലെ നമ്മൾ ഏതൊരു വെസലിലാണ് എടുത്തിരിക്കുന്നത് ആ വെസലിൻ്റെ വോൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിയിടിക്കുന്നുണ്ട്. സോ ഡ്യൂറിങ് മോഷൻ, ഒരു വെസൽ ഞാൻ ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഡ്യൂറിങ് ദിയർ മോഷൻ ഈ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ അത് വോൾസ് ആയിട്ടും ഇടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരസ്പരവും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിയിടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അഞ്ചാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത് നോക്കിക്കേ. എല്ലാ കൊളീഷൻസ് പരസ്പരം മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് കൂട്ടിയിടിക്കുന്നത് എല്ലാം തന്നെ ഇലാസ്റ്റിക് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അതുപോലെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻസ് ആർ ദ സെയിം. അതുകൊണ്ട് തന്നെ മോഷനിലായതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ കൊളൈഡിങ് മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കുന്ന മോളിക്യൂൾസിൻ്റെ കൊളീഷന് മുൻപും അതുപോലെ കൊളീഷന് ശേഷവുമുള്ള മൊമെൻറ്റവും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുക. ദാറ്റ് മീൻസ് ദ മൊമെൻറ്റം ഇസ് കൺസർവ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ. അത് ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് അടുത്ത പോസ്റ്റ്ലേറ്റ് നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇസ് പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡെറിവേഷനിലേക്കൊക്കെ വരും ഈ ചാപ്റ്ററിൽ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആറാമത്തെ ഈ ഒരു പോയിന്റ് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു കൈനറ്റിക് എനർജി എങ്ങനെയാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ ആവുന്നതെന്ന് ഒരു ഡെറിവേഷനിലൂടെ പഠിക്കാം കേട്ടോ. ഇനി അവസാനത്തെ പോസ്റ്റ്ലേറ്റ് നോക്കിയാലോ. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. മോളിക്യൂൾസ് തമ്മിൽ കൊളീഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനോ റിപ്പൾഷനോ ഇല്ല. നോ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അപ്പം ഇതുവരെ നമ്മൾ കണ്ടത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ 7 പോസ്റ്റ്ലേറ്റ്സ് ആണ്. എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. എക്സാമുകളിൽ സ്ഥിരമായിട്ട് ഒരു 3 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും മിനിമം എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ. പരമാവധി എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. പറ്റാത്തവർ മിനിമം 3 എണ്ണമെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കണം. എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരും, ഉറപ്പാണ് കേട്ടോ.
മക്കളെ, ഇനി നമ്മൾ കാണുക, നമ്മളിപ്പോൾ പറഞ്ഞ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പ്രകാരം ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക. പ്രധാനമായിട്ട് ഇതൊരു വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതായത് ഗതിക സിദ്ധാന്ത പ്രകാരം വാതകത്തിന്റെ മോളിക്യൂൾസ്, തന്മാത്രകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്താണ്? ദേ ആർ inelastic spheres, perfectly elastic rigid spheres, perfectly elastic non-rigid spheres, inelastic non-rigid spheres. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം എന്താണ് ഇതിൻ്റെ കൃത്യമായ ആൻസർ എന്നാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഇൻഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണോ, ഇലാസ്റ്റിക് റിജിഡ് സ്ഫിയേഴ്സ് ആണോ, അതുപോലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നോൺ റിജിഡ് സ്ഫിയേഴ്സ് ആണോ, ഇൻഇലാസ്റ്റിക് നോൺ റിജിഡ് സ്ഫിയേഴ്സ് ആണോ? ഇതിലേതാണ് നിങ്ങൾക്കൊന്ന് പറയാമോ? അതെ, നമ്മൾ പറഞ്ഞത് എന്താണ്? ബി ആണല്ലേ. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, റിജിഡ് സ്ഫിയേഴ്സും ആണ്. സോ അവർ ആൻസർ ഇസ് ബി കേട്ടോ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്യാസ് മോളിക്യൂൾസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, റിജിഡ് സ്ഫിയേഴ്സും ആണ്. ഓക്കെ അല്ലേ? യെസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2018 വന്നൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകുകയാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രഷർ, വോളിയം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഇവയെ മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ടോ? അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ദർ ഇസ് നോ ഐഡിയൽ ഗ്യാസ്. റിയാലിറ്റി പറയുവാണെങ്കിൽ ഒരു ഗ്യാസുകളും ഐഡിയൽ ഗ്യാസ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പറയുമ്പോൾ പ്രഷറിനെയും വോളിയത്തിനെയും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെയും കണക്ട് ചെയ്യുന്ന റിലേഷനാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. P × V is equal to N × R × T. ഇവിടെ P is the pressure, V is the volume, N is the number of moles of the gas, R is the universal gas constant and T is the temperature. ഓക്കെ, അപ്പം നിങ്ങൾക്ക് R എന്താണെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്. എന്താണ് R? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാൻ പറയുമ്പോൾ PV is equal to nRT എന്ന് എഴുതാനായിട്ട് നിങ്ങൾ മറക്കരുത്. മനസ്സിലായോ? ദാറ്റ് ഈസ് അബൌട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി ഐഡിയൽ ഗ്യാസ് എന്താണ്? എ ഗ്യാസ് ദാറ്റ് obeys the ideal gas equation at all temperatures and pressures. ഏതെല്ലാം ഗ്യാസുകൾക്കാണോ ഐഡിയൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, എല്ലാ ടെമ്പറേച്ചേഴ്സും ടെമ്പറേച്ചറും പ്രഷറും മാറിയാലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഗ്യാസുകളെ എന്ത് പറയുക? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുക. അത്തരത്തിൽ ഒരു ഗ്യാസും എന്തല്ല, നോ റിയൽ ഗ്യാസസ് ഇസ് ട്രൂലി ഐഡിയൽ. ഒരു റിയൽ ഗ്യാസ് പോലും കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മാത്രമാണ് കേട്ടോ. ഇനി വൈൽ ഡിറൈവിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്താണ്? റിയൽ ഗ്യാസസ് should behave like ideal gas at high temperature and low pressure. ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും, ടെമ്പറേച്ചർ കൂടുമ്പോഴും പ്രഷർ കുറയുമ്പോഴും എന്ത് ചെയ്യണം? റിയൽ ഗ്യാസ് ഒരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അതുപോലെ സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കണം. ദർ ഇസ് നോ അട്രാക്ഷൻ എമംഗ് ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. അപ്പോൾ മിസ് അധികം കമൻസിലേക്ക് വരുന്നില്ല കേട്ടോ. എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. ഹരിത, ബാസിത്, യൂനസ്, ജോസ്നി, ഷിൽട്ടൻ. ഓക്കെ, ഷിൽട്ടൻ എന്താ ചോദിക്കുന്നത്? യെസ്, ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമോ? വരാൻ ചാൻസ് ഉണ്ട് ഷിൽട്ടാ. ഒരു പ്രീവിയസ് ഇയറിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഷിൽട്ടൻ നോക്കുവാണെങ്കിൽ, നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ നോക്കിയാലും മതി. നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ മിസ് പറഞ്ഞത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ? ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാമല്ലോ അല്ലേ? ഈ ഒരു ഗ്രാഫിൽ എന്താ പറയുന്നത്? നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയുന്നത്. എന്താണ്?
അതായത് ഹിയർ യു ക്യാൻ സീ ദ വേരിയേഷൻ ഓഫ് ആർ, അതായത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുമ്പോൾ എന്താണ് ആറ്? ആർ ഇസ് ഈക്വൽ ടു പി വി ബൈ ടി അല്ലേ. അല്ലേ, സോ വേരിയേഷൻ ഓഫ് ആർ വിത്ത് പ്രഷർ, അതാണ് ഇവിടെ ഗ്രാഫായിട്ട് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വേരിയേഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ പി വി ബൈ ടി വിത്ത് പ്രഷർ. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ടെമ്പറേച്ചേഴ്സിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേരിയേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ കാണുക. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഒരു ഗ്രാഫ് നോക്കിയാൽ കാണാം, ഇവിടെ T1 എന്ന് പറയുന്നത് അല്ലേ, T1 ഇസ് ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3. ടെമ്പറേച്ചർ 1 ആണ് 2 വലുത്, ടെമ്പറേച്ചർ 2 ഇസ് ഗ്രേറ്റർ ദാൻ ടെമ്പറേച്ചർ 3. അപ്പോൾ ഇതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ T1 ആണ് ഹയസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം അതിൻ്റെ ആർ വാല്യൂ എന്താണ്? ഈ ആർ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 8.314. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 8.314. അതിനോട് ക്ലോസ് ആയി നിൽക്കുന്നത് ഏതാ? T1 ആണല്ലോ. അതിനർത്ഥം എന്താണ്? ഓൾ റിയൽ ഗ്യാസസ് അപ്രോച്ച് അല്ലെങ്കിൽ ഇറ്റ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ് അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. എന്താണ് കണ്ടീഷൻ? പ്രഷർ കുറയുകയും ടെമ്പറേച്ചർ കൂടുകയും ചെയ്താൽ അല്ലേ. when pressure is decreased and temperature is increased, all real gasകൾക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്? it has a tendency to behave like an ideal gas. റിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്രാഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാഫ് അവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വേരിയേഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു എന്താണ് പ്രഷർ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു വൈ ആക്സിസ് നമുക്ക് ആറ് കാണാം, അതുപോലെ എക്സ് ആക്സിസ് നിങ്ങൾക്ക് പ്രഷറും കാണാം. ഓക്കെ, ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ, ഈ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്യണേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് മിസ്സിന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഷിൽട്ടൺ ശ്രദ്ധിച്ചോ? മിസ് പറയാമെന്ന് മറ്റൊരു എക്സാമിന് വരാൻ പോകുന്ന പ്രധാന ചോദ്യമാണ് പ്രഷർ ഓഫ് എ ഗ്യാസ്. അതൊരു 4 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഡെറിവേഷനാണ് കേട്ടോ. അപ്പോൾ ഡെറിവേഷനായിട്ട് പഠിക്കാനായിട്ട് അതൊരു വലിയ ഡെറിവേഷനാണ്, അത് പഠിക്കണം. അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് വീഡിയോ, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് അവൈലബിൾ ആണ്. പ്രഷർ ഓഫ് എ ഗ്യാസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ നിങ്ങൾ കാണുക, ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ സമയം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, 2 ദിവസത്തിനുള്ളിൽ ആ ഒരു വീഡിയോ കണ്ട് പ്രഷർ ഓഫ് എ ഗ്യാസ് പഠിക്കണം. അതിനുശേഷം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം പ്രഷർ ഓഫ് എ ഗ്യാസ് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ ഡിറൈവ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റായിട്ട് വരുന്ന മറ്റൊരു ഡെറിവേഷൻ കൂടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പ്രഷറിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത്, പ്രഷറിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to 1/3 N into M into ആവറേജ് വെലോസിറ്റി സ്ക്വയർ എന്നാണ്. മക്കളെ, നിങ്ങൾ കാണാൻ പോകുന്ന ഡിസ്ക്രിപ്റ്റീവ് വീഡിയോയിൽ ആ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രഷർ ഓഫ് ഗ്യാസിൻ്റെ ഇക്വേഷൻ മിസ് ഡിറൈവ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എഴുതി പഠിക്കണം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ. ഈ 2 കാര്യങ്ങളും ഒറ്റ വീഡിയോ ആയിട്ടാണ് മിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആ വലിയ പ്രഷർ ഓഫ് എ ഗ്യാസിൻ്റെ ഇക്വേഷനേക്കാൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഏത് തന്നെയാണ്? ഏറ്റവും സിമ്പിളായിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ചെറിയ ഡെറിവേഷനാണ്. 3 മാർക്കിന് 2021 ഉൾപ്പെടെ വന്നിട്ടുള്ളൊരു ചോദ്യമാണത്. ഇനിയും വരാൻ വളരെ വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ ഈ ഒരു പ്രഷർ ഓഫ് എ ഗ്യാസിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്:
3/2 ഇൻറ്റു ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. മക്കളെ, ഇതാണ് രണ്ടാമത്തെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ 2 ഡെറിവേഷൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് വീഡിയോയിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 2 ദിവസത്തിനുള്ളിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പ്രഷർ, വോളിയം ഓർ നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി പഠിക്കണം കേട്ടോ. ഷിൽട്ടൺ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും അത് പഠിക്കാനായിട്ട് ഓർക്കണം. ഓക്കെ, വിട്ട് കളയരുത് കേട്ടോ. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് മിസ് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് പഠിക്കാൻ സാധിക്കും കേട്ടോ. മക്കളെ, നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് വരുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കുറിച്ചിട്ട്? ഓർമ്മയുണ്ടോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? അതൊരു പുതിയ ടോപ്പിക്കാണോ? അങ്ങനെയാണെങ്കിൽ മിസ് അതിനെക്കുറിച്ചൊന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിസ് ഒന്ന് പറയാം. അതായത് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് എത്ര കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്? അതാണ് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഒബ്ജക്റ്റ്, സപ്പോസ് ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോർഡിനേറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ, ഒന്നില്ലെങ്കിൽ എക്സ്, വൈ അല്ലെങ്കിൽ ഇസഡ്. അപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഹാവിങ് എക്സ് കോർഡിനേറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. അവിടെ ഒരു കോർഡിനേറ്റേ ഉള്ളൂ, ഒരു കോർഡിനേറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു കോർഡിനേറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ സാധിക്കും? ഒരു കോർഡിനേറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ആൻ ഒബ്ജക്റ്റ് ഇസ് മൂവിങ് ഇൻ എ പ്ലെയിൻ, ഒരു പ്രതലത്തിൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അവിടെ മിനിമം 2 കോർഡിനേറ്റുകൾ ഉണ്ടാവും അല്ലേ? 2 കോർഡിനേറ്റ്സ് ആയിരിക്കും അവിടെ നിർബന്ധമായിട്ടും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സ്പേസിൽ മൂവ് ചെയ്യുകയാണെങ്കിലോ, സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ 3 കോർഡിനേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ആക്സിസ് ആണ്, എക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ എക്സും വൈയും ഉണ്ടാവും. സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, ഇസഡ് ആക്സിസ് ഉണ്ടാവും. ശരിയല്ലേ? അതായത് എത്ര കോർഡിനേറ്റ്സ് ആണോ ഒരു വസ്തുവിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്, അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. ഇപ്പോൾ എന്തൊക്കെയോ മനസ്സിലായല്ലോ. ഒന്നുകൂടി മിസ് പറയാം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു കോർഡിനേറ്റേ ഉള്ളൂ, അത് എക്സ് ആയിരിക്കാം. ഒരു ഒബ്ജക്റ്റ് പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 കോർഡിനേറ്റ്സ് ആണ് വരിക, എക്സും വൈയും ആയിരിക്കും അല്ലേ പ്രധാനമായിട്ടും. ഇനി സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ നമുക്കറിയാം അവിടെ 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ ഇസഡ് ആക്സിസ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിന് എത്ര കോർഡിനേറ്റ്സ് ആണോ അതിൻ്റെ മോഷൻ, മൂവ്മെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്, അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. സോ ഇനി നിങ്ങൾ ഒരു ഡെഫിനേഷൻ ഒന്ന് വായിച്ചേ. ദ ടോട്ടൽ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് അഥവാ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് required to describe completely the position and configuration of the system. ആ സിസ്റ്റത്തിൻ്റെ പൊസിഷനും അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? കോർഡിനേറ്റ് എന്ന് ഉദ്ദേശിച്ചാലും മതി കേട്ടോ. കോർഡിനേറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. സോ അത് മനസ്സിലാക്കാനായിട്ട് കിട്ടുന്ന ആ ഒരു നമ്പർ അല്ലേ, അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക. എത്ര കോർഡിനേറ്റ്സ് ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുക, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്കിതിനെ 3 ആയിട്ട് തന്നിരിക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ ഓഫ് 3 ടൈപ്സ്. അത് നമുക്കൊന്ന് കാണണം വിശദമായിട്ട്. പ്രധാനമായിട്ടും വരുന്ന ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം.
ട്രാൻസ്ലേഷണൽ. രണ്ടാമത്തേത് റൊട്ടേഷണൽ. മൂന്നാമത്തേത് വൈബ്രേഷണൽ. ഓർക്കുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ ഓഫ് 3 types: ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. ഇവിടെ ഓർക്കേണ്ടത് ഈ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എഗെയിൻ ഇസ് ഓഫ് 2 types. അതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്നാമത്തേതാണ് കൈനറ്റിക് എനർജി, രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ എനർജി കൊണ്ടുണ്ടാവുന്നത്. സോ വൈബ്രേഷൻ ക്യാൻ ബി ഓഫ് 2 types ബിക്കോസ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ബിക്കോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 3 ആയിട്ടാണ്. ട്രാൻസ്ലേഷണൽ ആയിട്ടുണ്ടാവാം, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവാം. റൊട്ടേഷണൽ, അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവാം. അതുപോലെ വൈബ്രേഷണൽ എന്ന് പറയുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക്കും, റെസ്റ്റ് പൊസിഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വൈബ്രേഷനാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എന്താണ് ഊർജത്തിൻ്റെ സമഭാഗീകരണ നിയമം? പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആദ്യം നമ്മൾ പഠിച്ച കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ചോദ്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? സിമ്പിളാണ്, ബൈ ഹാർട്ട് ചെയ്യുക, പരീക്ഷയ്ക്ക് എഴുതുക. എന്താ നോക്കിയാലോ? യെസ്. അതായത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതായത് the total kinetic energy of a molecule is equally divided among the different degrees of freedom. അതായത് ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്ത് എനർജിയാണ്? മൂവിങ് അല്ലേ? അവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. സോ ദ കൈനറ്റിക് എനർജി ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി among the various degrees of freedom. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം? നമുക്കറിയാം അവിടുത്തെ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയാണ് അല്ലേ? സോ ദ കൈനറ്റിക് എനർജി വിൽ ബി ഹാഫ് ഇൻറ്റു കെ ബി ഇൻറ്റു ടി. എന്താണ് കെ ബി എന്ന് പറയുന്നത്? ഹിയർ കെ ബി മീൻസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ. അപ്പോൾ ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് കെ ബി ടി. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഹാഫ് കെ ബി ടി. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്കവിടെ 3 ആക്സസുകൾ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ മാറുമല്ലോ. സപ്പോസ് ഐ ഹാവ് ഓൺലി 1 ആക്സസ്, എക്സ് ആക്സസ് മാത്രമല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ആക്സസ് ആണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ ബി ടി ആയിരിക്കും. ഇനി വൈ ആക്സിസ് വരുമ്പോഴും എന്ത് വരും? കൈനറ്റിക് എനർജി അഗെയിൻ ഹാഫ് കെ ബി ടി ആയിരിക്കും. ഇനി ഇസഡ് ആക്സിസ് വരുമ്പോഴും കൈനറ്റിക് എനർജി എന്ത് തന്നെയാണ്? വീണ്ടും അത് തന്നെ വരും, ഹാഫ് കെ ബി ടി വരും. മനസ്സിലായോ? അപ്പോൾ എത്ര ആക്സിസുകളുണ്ട്, ആക്സിസുകൾക്ക് അനുസരിച്ചിട്ട് എന്ത് വരും? എനർജി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ ഉൾപ്പെടെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് മനസ്സിലായല്ലോ? അതുപോലെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയും ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ മിസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വെച്ച് മിസ് 5 ഗിവ് അവേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുന്നവർക്ക് +1 എല്ലാ വിഷയങ്ങളുടെയും ഗൈഡാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 5 കുട്ടികൾക്കാണ് കിട്ടുക. അതിന് ഉത്തരം പറയാനുള്ള സമയം എത്ര മണി വരെയാണ്? രാത്രി 9 മണിക്കുള്ളിൽ കൃത്യമായിട്ട് ആൻസേഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമ്മാനം കിട്ടും. ക്ലിയർ ആണോ എല്ലാവരും? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ടോപ്പിക്ക് കാണണ്ടേ? മോണോ ആറ്റമിക് ഗ്യാസുകൾക്ക്
എന്താണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മോണോ ആറ്റമിക് ഗ്യാസ് പുതിയൊരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താന്ന് പറഞ്ഞു വെച്ചു. ഇനി എന്താ നമ്മൾ കാണാൻ പോകുന്നത്? നമ്മൾ കാണാൻ പോകുന്നത് മോണോ ആറ്റമിക് ഗ്യാസുകൾക്ക് പിന്നീട് ഡയാറ്റമിക് ഗ്യാസുകൾക്കൊക്കെയുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം. പഠിക്കാൻ റെഡിയാണോ? ആരെങ്കിലും ചായ കുടിക്കാതെയൊക്കെ വന്നിട്ടുണ്ടോ? എന്നാൽ പെട്ടെന്നൊന്ന് ചായ കുടിച്ചിട്ട് വാ. മിസ് ഒരിത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം വരാം. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടല്ലേ. ഇനി മോണോ ആറ്റമിക് ഗ്യാസുകളിലും ഡയാറ്റമിക് ഗ്യാസുകളിലൊക്കെ എന്തായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പഠിക്കണ്ടേ? കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മോണോ ആറ്റമിക് ഗ്യാസുകളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാലോ എന്താണ് മോണോ ആറ്റമിക് ഗ്യാസ്? മോണോ ആറ്റമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഓൺലി വൺ ആറ്റം. ഒരു ആറ്റം മാത്രമുള്ള ഗ്യാസുകളെയാണ് നമ്മൾ എന്ത് പറയുക? മോണോ ആറ്റോമിക് എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് ഒരു ആറ്റം മാത്രമുള്ള ഏതൊക്കെ ആറ്റങ്ങൾ അറിയാം? വൺ ആറ്റം മാത്രമുള്ള ഗ്യാസുകൾ.
നോബിൾ ഗ്യാസസ് എല്ലാം അതിന് ഉദാഹരണങ്ങളാണ് അല്ലേ. നോബിൾ ഗ്യാസസ് എല്ലാം തന്നെ ഇത്തരത്തിൽ മോണോ ആറ്റോമിക് ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഹീലിയം, HE. ഹീലിയം എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ആസ് എ മോണോ ആറ്റോമിക് ഗ്യാസ്. ഹീലിയം എന്ന് പറയുന്നത് മോണോ ആറ്റോമിക് ഗ്യാസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഒരു മോണോ ആറ്റോമിക് ഗ്യാസിന് പ്രധാനമായിട്ടും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. കാരണം എന്താണ്? ആ ഒരു ഗ്യാസിന് X ആക്സിസിലും Y ആക്സിസിലും Z ആക്സിസിലും മൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഹാസ് 3 ട്രാൻസേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ് 3 ട്രാൻസേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. സോ ഇറ്റ് ഹാസ് 3 translational okay, translational 3 translational degrees of freedom. 3 ട്രാൻസേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ എനർജി ഒന്ന് കാണണ്ടേ? എന്തായിരിക്കും ടോട്ടൽ എനർജി ഓഫ് എ സിംഗിൾ മോണോ ആറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത്? അതായത് എക്സ് വൈ ഇസഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഓരോരുത്തർക്കും എത്ര വീതമാണ്? 1/2 kBT വീതമാണ് അല്ലേ. 1/2 kBT വീതം എക്സിനും ഉണ്ട്, വൈക്കും ഉണ്ട്, അതുപോലെ ഇസഡിനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും വരിക? ഇറ്റ് വിൽ ബി ടോട്ടൽ എന്ന് പറയുന്നത് 3 × 1/2 kBT ആയിരിക്കും. ശരിയല്ലേ? സോ മോണോ ആറ്റോമിക് ഗ്യാസിന് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ 3/2 kBT ആണ്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇറ്റ് ഹാസ് ഓൺലി ട്രാൻസേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കേട്ടോ. മോണോ ആറ്റോമിക് ഗ്യാസിന് ഇറ്റ് ഹാസ് only translational degrees of freedom. അപ്പോൾ ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? യെസ്, ടോട്ടൽ എനർജി E അല്ലെങ്കിൽ കൈനറ്റിക് എനർജി E എന്ന് പറയുന്നത് 3/2 × kBT എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയാണ് നിങ്ങൾ ഓർക്കുക. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പം നമ്മൾ മോണോ ആറ്റമിക് ഗ്യാസിൻ്റെ കണ്ടു. ഇനി കാണാൻ പോകുന്ന ഡയാറ്റമിക് മോളിക്യൂളിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഡയാറ്റമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 വിധത്തിൽ വരാം. 2 വിധത്തിൽ ഡയാറ്റമിക് മോളിക്യൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂൾ. രണ്ടാമത്തേത് എന്താണ്? നോൺ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ റിജിഡ് ആയതോ നോൺ റിജിഡോ ആയിട്ടുള്ള ഡയാറ്റമിക് മോളിക്യൂൾസ് ആണ് എക്സിസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ടോട്ടൽ എനർജിയാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിനെ കുറിച്ചിട്ടാണ്. ഒരു റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ എക്സ് വൈ ഇസഡ് ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ് ആക്സിസിൻ്റെ. അതുപോലെ 2 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. 2 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഡയാറ്റമിക് മോളിക്യൂൾ എന്ന് നമ്മൾ പറയുന്നത് നമുക്കതിനെ ഒരു റിജിഡ് റൊട്ടേറ്ററായിട്ട് കണക്കാക്കാം. എന്താണ്? ലെറ്റ് ഇറ്റ് ബി കൺസിഡർഡ് ആസ് എ റിജിഡ് റൊട്ടേറ്റർ. റൊട്ടേറ്ററായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. റൊട്ടേറ്റർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? ദ മോളിക്യൂൾ ദാറ്റ് ഡസ് നോട്ട് വൈബ്രേറ്റ്. അവിടെ വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല. ഇറ്റ് ഹാസ് നോ വൈബ്രേഷൻ. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല. നോ വൈബ്രേഷൻ. അതുകൊണ്ട് നോ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പകരം 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 2 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമാണ് ഈ ഒരു റിജിഡ് ആയിട്ടുള്ള ഡയാറ്റമിക് മോളിക്യൂളിൽ ഉണ്ടാവുക. മനസ്സിലായോ മക്കളെ? യെസ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ സിംഗിൾ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ എനർജി, ടോട്ടൽ എനർജി നമുക്ക് കണ്ടുപിടിക്കുക അല്ലേ? ടോട്ടൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
ഇവിടെ നമ്മൾ പറഞ്ഞു 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഉണ്ട് പ്ലസ് 2 റൊട്ടേഷൻ ഡിഗ്രി ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ. ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു 1 ഡിഗ്രി ഓഫ് ഫ്രീഡം വരുവാണെങ്കിൽ എന്താ വരിക? ഹാഫ് kBt. അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? E is equal to 5 ഇൻറ്റു ഹാഫ് kBt. 5 ഇൻറ്റു ഹാഫ് kBt. 5 വരാൻ കാരണം 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ട്, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല. അപ്പം മൊത്തം 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓരോന്നിനും ഹാഫ് kBt വെച്ച് അങ്ങനെ 5 ഇൻറ്റു ഹാഫ് kBt എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ E is equal to 5/2 kBt. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ അവസാനം നിങ്ങൾ നോക്കിക്കോ, താഴെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കിക്കേ. നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിന് ഒരു അഡീഷണൽ വൈബ്രേഷണൽ മോഡ് കൂടി ഉണ്ടാവുമെന്ന്. അതിനൊരു അഡീഷണൽ വൈബ്രേഷണൽ മോഡ് കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ. നോൺ റിജിഡ് ആയിട്ടുള്ള ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ വാല്യൂലേക്ക് നമ്മൾ വരും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതാം. സിംഗിൾ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറയുന്നത് E is equal to 5 ഇൻറ്റു half kBt. That means 5/2 kBt. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതുകൂടാതെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരെണ്ണമുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ 5 ഇവിടെ 5 എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ നമുക്കൊന്ന് പറഞ്ഞുതരാം. നമുക്ക് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, ആൻഡ് 1 വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഈ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നെ കൈനറ്റിക് എനർജി കൊണ്ടും ഉണ്ടാവാം, പൊട്ടൻഷ്യൽ എനർജി കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ ഓൾ ചെയ്ത് എത്ര എണ്ണം ഉണ്ട്? 3 + 2 പ്ലസ് 2 എണ്ണം അല്ലേ. അപ്പോൾ ഓൾ ടുഗെദർ 5 + 2 7. നമുക്ക് 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇവിടെ വരുന്നത് അല്ലേ. 5 പിന്നെ വൈബ്രേഷനിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിനുള്ളത് അല്ലേ. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്? 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ എനർജി എങ്ങനെയായിരിക്കും വരുന്നത്? ദെയർ എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എനർജി ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു ഹാഫ് kBt. അതായത് 7/2 kBt. അതാണ് എനർജിയുടെ ഇക്വേഷൻ. മനസ്സിലായല്ലോ? ദിസ് ഈസ് ദ കേസ് ഫോർ എ നോൺ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ. നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജിയാണ് ഒരു സിംഗിൾ നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂൾ വരുമ്പോൾ 7/2 kBt. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. മോണോ ആറ്റമിക് ആണെങ്കിൽ ഹാഫ് kBt നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ റിജിഡിൻ്റെയും നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിൻ്റെയും കണ്ടു. രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നതിൻ്റെ വാല്യൂസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. നിർബന്ധമായിട്ടും അതിൻ്റെ വാല്യൂസ് കൈനറ്റിക് എനർജിയുടെ ആ ഒരു ഈയുടെ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ചിലപ്പോൾ അത് മാത്രമായിരിക്കും എക്സാമിന് ചോദിക്കുക കേട്ടോ. മക്കളെ, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. യെസ്, ഇനി നമുക്ക് 2 ടോപ്പിക്സ് കൂടി പഠിക്കാനുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും അതുപോലെ മീൻ ഫ്രീ പാത്ത്. അപ്പം നമുക്ക് ആദ്യം കാണാം ഏതാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കണം. അതുപോലെ അതിനുശേഷം പ്രഷർ ഓഫ് എ ഗ്യാസ് മിസ് തന്നിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു ഡെറിവേഷൻ പഠിക്കണം. അതിനുശേഷം നമ്മളിവിടെ പഠിച്ച ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നും ഇക്വിപാർട്ടീഷണൽ എനർജിയുടെ ലോയും പഠിക്കുക. അതിനുശേഷം അവിടെ നമ്മൾ മോണോ ആറ്റോമിക് ഡയാറ്റോമിക്കിന് 2 വ്യത്യസ്തമായിട്ടുള്ള എനർജീസ് പഠിച്ചു. ഇപ്പോൾ പറഞ്ഞു വന്ന ഇക്വേഷൻസ്, ആ ഇക്വേഷൻ എങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? സിമ്പിളായ കാര്യങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഐ ഹോപ്പ് ദീസ് ടോപ്പിക്സ് ആർ വെരി ക്ലിയർ ടു യു. ഓക്കെ, അപ്പോൾ
നമ്മൾ എന്താണ് ഇന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും പരീക്ഷയ്ക്ക് എന്താണ് വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന് എത്ര മാർക്കാണ് ചോദ്യം വരിക, അത് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. ഇപ്പം ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ കൂടിപ്പോയാൽ ഒരു 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഒരു 3 to 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യമേ വരത്തുള്ളൂ. പക്ഷേ നമുക്ക് നന്നായിട്ട് ഈ ടോപ്പിക്കിലെ കൺസെപ്റ്റ് അറിഞ്ഞാൽ ആ മാർക്ക് പോകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് നേടാൻ സാധിക്കും. അപ്പോൾ മിസ് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മിസ് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? ഷിൽട്ടൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ടെൻഷൻ ഷിൽട്ടൻ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം അല്ലേ. അപ്പോൾ ടെൻഷനൊക്കെ മാറ്റി നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണുക. എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിലുള്ളത് കേട്ടോ. ആ ഗൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് മിസ്സുമാർ ഇവിടെ പറയുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൺസെപ്റ്റുകൾ ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇത് പറയുമ്പോൾ നിങ്ങൾ ആദ്യ കാര്യം മനസ്സിലെടുക്കണം. നമ്മൾ ഒരു സാമ്പിൾ ഓഫ് ഹീറ്റ്, ഒരു ബീക്കർ നിറയെ ഗ്യാസ് മോളിക്യൂൾസ് ആണ്, നമ്മളത് ഹീറ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. അത് ഹീറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. വോളിയം മാറ്റാതെ ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു ഉപയോഗിക്കുക? ദ ഹീറ്റ് വിൽ ബി സപ്ലൈഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി അല്ലേ. ഇൻറ്റേർണൽ എനർജി, അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുക അല്ലേ. അതുകൊണ്ട് തന്നെ ഫോർ 1 മോൾ, അപ്പം അവിടെ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ എന്താ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു N ഇൻറ്റു CV ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ആണ് കേട്ടോ. ഫോർ 1 മോൾ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ യുവിനെ എങ്ങനെ എഴുതാം, ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു CV ഇൻറ്റു ഡെൽറ്റ T. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ് ഇവിടെ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് du/dt ആയിരിക്കും അല്ലേ. ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുക ദാറ്റ് വിൽ ബി ഈക്വലൻറ്റ് ടു CV. മനസ്സിലായോ? CV-ക്ക് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. du/dt എന്ന് പറയുന്നത് ഇസ് ഈക്വലൻ്റ് ടു CV, കോൺസ്റ്റൻ്റ് വോളിയമാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഇരിക്കുന്ന സമയത്ത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിലേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ മക്കളെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിലൊന്ന് പറഞ്ഞേ, ക്ലിയർ ആണെന്നൊന്ന് പറഞ്ഞേ. യെസ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോണോ ആറ്റമിക് ഗ്യാസസ്. മോണോ ആറ്റമിക് ഗ്യാസസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. നമുക്കറിയാം ദ മോളിക്യൂൾ ഓഫ് എ മോണോ ആറ്റോമിക് ഗ്യാസ് ഹാസ് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആവറേജ് എനർജി എന്തായിരിക്കും, ആവറേജ് എനർജി of a molecule, average energy of a molecule at temperature T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, it will be equivalent to 3/2 kb into T അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഓഫ് എ മോൾ ഓഫ് സച്ച് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ യു അല്ലേ. യു എന്തായിരിക്കും, യു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവഗാഡ്രോ നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 3/2 ഇൻറ്റു KBT ഇൻറ്റു NA. NA എന്ന് വെച്ചാൽ എന്താ, അവഗാഡ്രോ നമ്പർ, അവഗാഡ്രോ കോൺസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. യെസ്.
ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പോയിന്റ് ഇവിടെയുണ്ട്. അതായത് കെ ബി ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആർ. സോ നമുക്കിത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യുടെ വാല്യൂ. therefore U will be internal energy എന്ന് പറഞ്ഞാൽ for 1 mole of a monoatomic gas എന്തായിരിക്കും? It will be equivalent to 3/2 T എവിടെയുണ്ട്? കെ ബി ഇൻറ്റു എൻ എക്ക് പകരം ഞാൻ 6 കൊടുത്തു, ഒരു ടി കൂടെ വരും. സോ യു വിൽ ഗെറ്റ് ദ ഇന്റേണൽ എനർജി ആസ് 3/2 ഇൻറ്റു ആർ ടി. അപ്പോൾ ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ മോണോ ആറ്റമിക് ഗ്യാസ് എന്ത് കിട്ടി? ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു 3/2 ആർ ടി എന്ന് കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? യെസ്, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിച്ചു. ഇനി ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടുപിടിക്കണം കേട്ടോ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമുക്കിതും കൂടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടതുണ്ട്. കണ്ടുപിടിച്ചാലോ? യെസ്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം ഓർക്കുക. സി വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം സി വി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വലൻറ്റ് ടു എന്താണ്? du/dt അല്ലേ? അതായത് du/dt കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. d/dt ഓഫ് നമുക്കിവിടെ തൊട്ട് മുമ്പ് യു കിട്ടിയല്ലോ. യു എന്താ കിട്ടിയേ? 3/2 ആർ ടി എന്ന് കിട്ടിയത്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇത്ര ഓർത്താൽ മതി. ആ ടീനെ അങ്ങോട്ട് കളഞ്ഞാൽ മതി കേട്ടോ. 3നെ കളഞ്ഞെടുത്താൽ മതി. സോ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? സി വി ഇസ് ഈക്വലൻ ടു എന്ത് കിട്ടും? 3/2 ആർ എന്ന് കിട്ടും. എന്ത് കിട്ടും? 3/2 ആർ. ദിസ് ഈസ് ദ ഇക്വേഷൻ. അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാ? 3/2 ആർ. ഇനി ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് നമുക്ക് എന്താണ്? മക്കളെ, വി വിൽ ബി ഗോയിങ് ഫോർ എ ഷോർട്ട് ബ്രേക്ക് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഐ വിൽ ബി കമ്മിങ് ബാക്ക് വെരി സൂൺ. ഓക്കെ, എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് എവ്രി വൺ. മിസ് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. നമുക്ക് പി പി ടി ഒന്ന് ചെറിയൊരു ഇത് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയം ആണല്ലേ, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. മോണോആറ്റമിക് ഗ്യാസ് ആണെങ്കിൽ ഇത് നമുക്കറിയാം. ഇത് നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ വാല്യൂയിലേക്ക് നമ്മൾ വരാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ അറിയാറോ? ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് നിങ്ങൾക്കറിയാം സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് സി പി? കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആർ പ്ലസ് സി വി ആണ്. ഇവിടെ നമുക്ക് സി വിയുടെ ഇക്വേഷൻ അറിയാമല്ലോ.
ഇക്വേറ്റ് ചെയ്തൂടെ? ആർ പ്ലസ് 3/2 ആർ എന്ന് വരും. ആർ കോമൺ ആണ്, ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 + 3/2 എന്ന് വരും അല്ലേ? സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആൻസർ വരാൻ പോകുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5/2 ആർ എന്ന് വരും അല്ലേ? സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് CP is equal to എന്താ കിട്ടുന്നത്? CP is equal to 5/2 R. CP is equal to 5/2 R എന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. മനസ്സിലായല്ലോ? യെസ്. ഇനി റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, അതാണ് നമുക്കിനി അടുത്തത് കണ്ടുപിടിക്കണം. മോണോആറ്റോമിക് മോളിക്യൂളിൻ്റെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് അത് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഫോർ എ മോണോ ആറ്റോമിക് ഗ്യാസ്. ഈ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ ഗാമ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഗാമ ഇസ് ഈക്വൽ ടു CP/CV എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? കോൺസ്റ്റൻറ്റ് പ്രഷർ ബൈ കോൺസ്റ്റൻറ്റ് വോളിയം. അതിൻ്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5/2 R ഡിവൈഡഡ് ബൈ 3/2 R. അപ്പോൾ എന്ത് പറ്റും? 2ഉം Rഉം കട്ടായി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് ഗാമ അല്ലെ ഇസ് ഈക്വൽ ടു 5/3. That is the ratio of the specific heat. മനസ്സിലായല്ലോ എല്ലാവർക്കും? That is the equation. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മോണോ ആറ്റമിക് ഗ്യാസിനെ കുറിച്ച് നമുക്ക് ഒന്നും കൂടി നോക്കാം. മോണോ ആറ്റമിക് ഗ്യാസിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട ഏത് ടോപ്പിക്ക് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്താണോ ചോദിക്കുന്നത് അതാണ് എക്സാമിന് എഴുതേണ്ടത് കേട്ടോ. മോളാർ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണോ കോൺസ്റ്റൻറ്റ് വോളിയം ആണോ എന്താണ് എക്സാമിന് വരുന്നത് അതിനനുസരിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡയാറ്റമിക് ഗ്യാസുകളെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? റിജിഡ് ഡയാറ്റമിക് ഗ്യാസുകളാണല്ലോ. റിജിഡ് ആയിട്ടുള്ള ഡയാറ്റമിക് ഗ്യാസുകളാണെങ്കിൽ അവരുടെ മോളാർ സ്പെസിഫിക് ഹീറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ അവിടെ ടോട്ടൽ എന്തെല്ലാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ്? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അതുപോലെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് എനർജി എന്താ? therefore അവിടെയുള്ള ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 അല്ലേ വരിക? സോ 5/2 kB × T അല്ലേ? സോ ദ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഫോർ എ മോളിക്യൂൾ ഓഫ് സച്ച് എ ഗ്യാസ്, ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? U വിൽ ബി ഈക്വലൻ ടു 5/2 kBT എന്ന് എഴുതുന്നു. അതിനുശേഷം അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി എന്തിലോട്ടാണ് പോകേണ്ടത്? യെസ്, അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ? കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ CV ആണ് അല്ലേ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതിങ്ങ് മനസ്സിലായില്ലേ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CV എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ DU/dt എന്ന് വരും. D/dt ഓഫ് U എന്താണ്? 5/2 × RT എന്ന് വരും അല്ലേ? RT R എങ്ങനെയാണ് വന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. KB × N എന്ന് കൊടുക്കുമ്പോൾ R ആയിട്ട് മാറും. അപ്പോൾ CV നമുക്ക് എന്തായിട്ട് കിട്ടി? CV is equal to മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് 5/2 R എന്ന് വരും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ കാണുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലേ? അത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ CP എന്ന് പറയുമ്പോൾ എന്താണ്? R + CV, അതായത് R + 5/2 R എന്ന് വരും. അപ്പോൾ R പുറത്തെടുത്താൽ 1 + 5/2. അപ്പോൾ ടോട്ടൽ എന്താ വരിക?
CP is equal to 7/2R എന്ന് കിട്ടും. That is the molar specific heat at constant pressure. അത് മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഐഡിയ കിട്ടുന്നുണ്ടാവും, എന്നാൽ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. മനസ്സിലാക്കി തന്നെ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പം നമ്മൾ റിജിഡ് ആയിട്ടുള്ള ഡയാറ്റമിക് മോളിക്യൂൾസിനെ കുറിച്ച് മാത്രമേ കണ്ടുള്ളൂ അല്ലേ. അപ്പോൾ നോൺ റിജിഡ് ആണെങ്കിലോ, അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ആവറേജ് എനർജി എന്താണെന്ന് ആദ്യം അറിയണം. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞേ? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, പിന്നെ 1 വൈബ്രേഷൻ ഡിഗ്രി ആണെങ്കിലും അതിൽ തന്നെ കൈനറ്റിക്കും പൊട്ടൻഷ്യലും ഉണ്ട്. മൊത്തം എത്ര ഉണ്ട്? 7 ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ നോൺ റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 7/2 ഇൻറ്റു kBT എന്ന് വരും. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ മോൾ ഓഫ് ഗ്യാസ്, ഡയാറ്റമിക് ആയിട്ടുള്ള നോൺ റിജിഡ് മോളിക്യൂളിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ U ആണ്. അത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ U എന്ന് പറയുന്നത് 7/2 ഇൻറ്റു kBT ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എഗെയിൻ നമ്മളതിനെ KB ഇൻറ്റു അതിനെ 6 ആക്കുമ്പോൾ 7/2 RT എന്ന് കിട്ടും അല്ലേ. ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ CV എന്താ കിട്ടാൻ പോകുന്നത് നോക്കിയാലോ. CV എന്ന് പറഞ്ഞാൽ എന്താണ്? CV എന്ന് പറഞ്ഞാൽ DU/DT ആണ് അല്ലേ. CV എന്ന് പറഞ്ഞാൽ DU/DT ആണ്. അതായത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? D/dt ഓഫ് 7/2 RT എന്ന് വരും. D/dt ഓഫ് 7/2 RT. അപ്പോൾ T കളഞ്ഞാൽ പോരെ. അപ്പോൾ CV is equal to എന്താ കിട്ടാൻ പോകുന്നത്? 3/2R, 7/2R. അതാണ് കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇനി നമുക്ക് മറ്റൊന്നും കണ്ടുപിടിക്കണ്ടേ? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലേ. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് CP ആണല്ലേ. നമുക്കറിയാം R+CV ആണ്. അതായത് R+CV എന്ന് പറയുമ്പോൾ 7/2R ആണ്. 6 പുറത്തെടുക്കുക. പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? 1 + 7/2 എന്ന് വരും. അതായത് CP is equal to 9/2R. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്? 9/2R എന്നാണ് വരിക. ക്ലിയർ അല്ലേ? യെസ്. ഇനി റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഗാമ കണ്ടുപിടിക്കണ്ടേ അല്ലേ. അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. വി ആർ ഗോയിങ് ടു ഡിറൈവ് ഇറ്റ്. നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു CP/CV ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കും 9/2R ഇൻറ്റു ഡിവൈഡ് ബൈ 7/2R എന്നാണ് അല്ലേ. ഡിവൈഡഡ് ബൈ 7/2R, അതായത് 9/2R ഇൻറ്റു 2R/7. അപ്പോൾ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? 2Rഉം 2Rഉം പോയി 9/7 എന്ന് വരും. ഗാമ വിൽ ബി ഈക്വൽ ടു 9/7. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന സ്പെസിഫിക് ഹീറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്പെസിഫിക് ഹീറ്റുകളെല്ലാം. ഇവിടെ ഏത് വാല്യൂ വേണമെങ്കിലും എക്സാമിന് വരും. ഇതൊരു ഡെറിവേഷൻ അല്ല. ചിലപ്പോൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്, നിങ്ങൾ ഫുള്ള് ചെയ്യണം. അല്ല ഇൻറ്റേർണൽ എനർജി മാത്രം ചോദിക്കുന്നതെങ്കിലോ 7/2RT എന്ന് മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിലോ അതുവരെ എഴുതി നിർത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുന്നത് അതിനുള്ളത് മാത്രം, ആ മാർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഷിൽട്ടന് മനസ്സിലാവുന്നുണ്ടോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മിസ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. യെസ്. അങ്ങനെ നമ്മൾ അവസാനത്തെ ടോപ്പിക്കിലേക്ക് എത്തി കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ എന്താണ് നമ്മുടെ അവസാന ടോപ്പിക് എന്ന് അറിയാമോ? യെസ്, മീൻ ഫ്രീ പാത്ത്.
പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പ്രധാന ചോദ്യമാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിയണം, നിങ്ങൾക്കറിയാലേ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം നല്ല ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നവരാ. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബീക്കറിനകത്ത് നമ്മളല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് പറഞ്ഞാൽ എന്താണ്, നല്ല സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ലീക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്താണ് ആ സ്മെല്ല് എല്ലായിടത്തേക്കും പരക്കുക. അപ്പോൾ തന്നെ അങ്ങനെ സ്മെല്ല് കിട്ടില്ല. പയ്യെ നമുക്ക് എന്ത് വരിക, ആ ഡിഫ്യൂഷൻ വഴി ആ റൂമിലേക്ക് മറ്റു റൂമുകളിലേക്കൊക്കെ ഈ ഒരു സ്മെല്ല് എത്തുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയാമോ? കാരണം ഇതാണ്, ഗ്യാസ് മോളിക്യൂൾസിനൊരു ഫിനിറ്റ് സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കുന്നു. അവർ മൂവ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കൂട്ടിയിടി ഉണ്ടാവുന്നത് അല്ലേ. അതുകൊണ്ട് അവരൊരിക്കലും സ്ട്രെയിറ്റ് ലൈനിലല്ല, സ്ട്രെയിറ്റ് ലൈൻ പാത്തിലല്ല മൂവ് ചെയ്യാൻ പോകുന്നത്. Their path are continuously deflected. പാത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ പാത്തിലല്ല അവർ മൂവ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മീൻ ഫ്രീ പാത്ത്. ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് covered by a molecule between 2 successive collisions. 2 അടുത്തടുത്തുള്ള കൊളീഷൻസ്, കൂട്ടിയിടികൾക്കിടയിൽ ആ ഒരു മോളിക്യൂള് എന്തോരം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്, ഒരു ആവറേജ് ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു, അതാണ് മീൻ ഫ്രീ പാത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓർക്കുക, മീൻ ഫ്രീ പാത്ത് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഇക്വേഷൻ മാത്രമാണ് എക്സാമിന് ചോദിക്കുന്നത്. നമ്മൾ ഇങ്ങനെ എഴുതണം, L is equal to 1/√2 into n pi d square. മിക്കവാറും പരീക്ഷകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മീൻ ഫ്രീ പാത്ത്, വാട്ട് ഈസ് ഇറ്റ്സ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മൾ ഈ ഒരു കാര്യം മാത്രം എഴുതിയാൽ മതി. എന്താണ്, ആവറേജ് ഡിസ്റ്റൻസ് കവർഡ് ബൈ എ മോളിക്യൂൾ ആണ് 2 സക്സസീവ് കൊളീഷൻസിൻ്റെ ഇടയിൽ. ആൻഡ് ഇക്വേഷൻ എന്താണ്, L is equal to ഡിസ്റ്റൻസ് ആണ് 1/√2 into n into pi into d square. അല്ല, ഇത് ഡിറൈവ് ചെയ്യാൻ വന്നാലോ, നമുക്കതും കൂടെ ഒന്ന് കാണണ്ടേ. പക്ഷെ എന്താ പറയുക, ഒരു 10% കുറവ് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ തീരെ സമയമില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മീൻ ഫ്രീ പാത്തും അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അല്ല, 100% മാർക്കാണ് ലക്ഷ്യമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, ഈ ഡെറിവേഷൻ കൂടെ ഒന്ന് നോക്കിപ്പോണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷൻ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡയഗ്രം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. 2 മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കുക 2 തവണ അല്ലേ. 2 തവണ കൂട്ടിയിടിക്കുമ്പോഴുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. അപ്പോൾ ഒരു ആവറേജ് കണക്കിലാണ് പറയുന്നത്. കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ആ 2 ഇടകൾ 2 തവണ കൂട്ടിയിടിക്കുന്നതിനിടയിൽ അവിടെ എത്രയാണ് ആവറേജ് ഡിസ്റ്റൻസ് അവർ കവർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മക്കളെ. നമുക്കത് നോക്കാം. അപ്പോൾ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ആർ സ്പിയേഴ്സ്. ഡയമീറ്റർ ആണ് D എന്ന് പറയുന്നത്. V is the average velocity of the molecule കേട്ടോ. അവിടെ the volume covered by a molecule during its collision, during its motion in a time delta t. delta t എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ടൈം ചേഞ്ചിൽ അവിടെ കവർ ചെയ്ത വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിക്കേ, pi d square into V into delta t. ഇനി എന്താണ് സ്മോൾ n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ. അതുകൊണ്ട് തന്നെ ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് എബവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, pi d square V into delta t into n ആയിരിക്കും. ഇനി നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ എ ടൈം dt എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാറ്റം ഉണ്ടാവുന്നത്, സെയിം ഇക്വേഷൻ തന്നെ അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എന്തോരാണ് വ്യത്യാസം ഉണ്ടാവുക. ടൈമിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 1 സെക്കൻഡ്. ഡെൽറ്റ ടിയുടെ സ്ഥാനത്ത് 1 സെക്കൻഡ് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ 1 സെക്കൻഡ് ആസ് n pi d square into V. So the time between 2 successive collisions, 2 കൊളീഷൻസിന് ഇടയിലുള്ള സമയത്തെ നമുക്ക് എത്രയായിട്ട് എടുക്കാം, t is equal to 1/n pi d square into V എന്ന് എടുക്കാം. t is equal to 1 by എന്താണ്, t is equal to 1/n pi d square into V.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ്, നമുക്ക് ടൈം അല്ല വേണ്ട അല്ലേ, നമുക്ക് എന്താ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിസ്റ്റൻസ് എൽ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൽ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വന്നു അല്ലേ. സോ വെലോസിറ്റി ഇൻറ്റു ടൈമിന് പോലെ എന്തെഴുതാം, 1/n/d² ഇൻറ്റു v. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷനിലേക്ക് നമ്മൾ വരിക. എന്താണ്, L is equivalent to 1 divided by n/d². മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത്. പക്ഷേ ഇത് തീർന്നിട്ടില്ല കേട്ടോ, നമുക്ക് നോക്കാം എന്താണ് മാറ്റമെന്ന്. ഈ ഡെറിവേഷനിൽ നമ്മൾ മോളിക്യൂൾസ്, ബാക്കി എല്ലാ മോളിക്യൂൾസും റെസ്റ്റിലാണെന്നാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ അങ്ങനെ രണ്ട് മോളിക്യൂൾസ് നമ്മൾ കൂട്ടിയിടിക്കുമ്പോൾ ബാക്കി മോളിക്യൂൾസ് ഒക്കെ നോക്കി നിൽക്കുമോ? ഇല്ല, അവരും എന്ത് ചെയ്യുമായിരിക്കും, മൂവ് ചെയ്യുന്നുണ്ട്, കൂട്ടിയിടിക്കപ്പെടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആണ് അവിടെ എടുക്കേണ്ടത് അല്ലേ. ആവറേജ് വെലോസിറ്റിക്ക് പകരം എന്താണ്, റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മീൻ ഫ്രീ പാത്തിന്റെ വാല്യൂ ചെറിയ ഡിഫറൻസ് വരും. എന്താ വരിക എന്ന് അറിയാമോ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഇക്വേഷൻ എന്താ, 1/n/d² എന്നാണ് അല്ലേ. എന്താ വേണ്ടത്, 1/n/d² എന്നാ. L is equal to 1/n/d² എന്നാണ് കണ്ടത്. പക്ഷെ അത് എന്തായിട്ട് മാറും, ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അത് മറ്റു ഒബ്ജക്ട്സ് റെസ്റ്റിലിരിക്കില്ല, മോളിക്യൂൾസ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്, ഇതാണ് L is equal to 1/√2 ഇൻറ്റു n/d². ഇതാണ് നമ്മുടെ മീൻ ഫ്രീ പാത്തിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മീൻ ഫ്രീ പാത്തിന് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ എന്താ, L is equal to 1/√2 ഇൻറ്റു n/d². ഈ ഒരു ഇക്വേഷൻ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കിക്കേ. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഡെൻസിറ്റി, അതായത് L പ്രപ്പോർഷണൽ ടു 1/n ആൻഡ് സൈസ് ഓഫ് ദ മോളിക്യൂൾ, സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഇക്വേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? പഠിക്കണം കേട്ടോ. യെസ്, നമ്മുടെ ഗിവ് അവേ ടൈം ആയിട്ടുണ്ട്. നമുക്ക് നോക്കണ്ടേ ഇന്നത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്നല്ലേ. അപ്പോൾ 5 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് ആൻസർ അറിയാവുന്നതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ ആൻസർ സെൻഡ് ചെയ്യുക കേട്ടോ. ഇനി അറിയില്ലാത്തവർ പഠിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇന്ന് രാത്രി 9 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് അയച്ചോളുക. കൃത്യമായിട്ട് ആൻസർ പറയുന്നവർക്ക് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഗൈഡ്സ് +1 ഫ്രീ ആയിട്ട് ഇന്ന് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയൊക്കെ നമുക്ക് കണ്ടെത്താനുള്ള ടൈം ആയിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. 1 mole of an ideal gas is taken in a vessel. State which of the following statements is true or false. First one, in gas equation R is constant. രണ്ടാമത്തേത്, all real gases obeys gas equation at all temperatures and pressures. ട്രൂ ഏത് ഫോൾസ് ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക കേട്ടോ. ദിസ് ഈസ് our ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സമയമുണ്ട്, നിങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ കണ്ടോളൂ. വീഡിയോ ഒന്നും കൂടി നിങ്ങൾക്ക് ഈ ഒരു ലൈവിന് ശേഷം കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ സെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം കണ്ടാലോ? യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡിയാണോ ക്വസ്റ്റ്യൻ കാണാനായിട്ട്? യെസ് ചിൽഡ്രൻ, our next question. According to kinetic theory of gases, molecules of a gas behave like dash. ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇൻഇലാസ്റ്റിക് സ്പിയേഴ്സ് ആണെങ്കിൽ എ എന്ന് ടെക്സ്റ്റ് ചെയ്യുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയേഴ്സ് ആണെങ്കിൽ ബി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നോൺ റിജിഡ് സ്പിയേഴ്സ് ആണെങ്കിൽ സി. ഇൻഇലാസ്റ്റിക് നോൺ റിജിഡ് സ്പിയേഴ്സ് ആണെങ്കിൽ ഡി. ഇതിലേതാണ് ആൻസർ എന്നൊന്ന് പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ളൊരു ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതിലേതാണ് കൃത്യമായ ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൃത്യമായ ഓപ്ഷൻ ഏതാണെന്ന് എഴുതുക. എ ആണെങ്കിൽ എ എന്ന് മാത്രം കൊടുത്താൽ മതി, സി ആണെങ്കിൽ സി എന്ന് മാത്രം. ഓക്കെ,
മൂന്നാമത്തെ ചോദ്യം വന്നു. ഇപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടാണ് മീൻ ഫ്രീ പാത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സിമ്പിൾ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യം ഓർത്താൽ മതിയല്ലോ. മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ എ എന്ന് കൊടുക്കുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ ബി. സി ഇതാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആൻഡ് ഡി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മോളിക്യുലാർ മാസ്. ഇപ്പം ആ ഒരു ഇക്വേഷൻ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് മിസ്സിന് ടെക്സ്റ്റ് ചെയ്ത് അയക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോകുന്ന നാലാമത്തെ ചോദ്യമാണ്. ഇവിടെ 3 ഉത്തരങ്ങളാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ ദ ഫോളോയിങ്. ഒന്നാമത്തേൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, നമ്പർ എഴുതുക. എ ബോഡി ഈസ് കൺഫൈൻഡ് ടു മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, 1 ആണോ 2 ആണോ 3 ആണോ എന്ന് എഴുതുക കേട്ടോ. രണ്ടാമത്തേൽ ബോഡി മൂവ്സ് ഇൻ എ പ്ലെയിൻ, അവിടെയും 1 ആണോ 2 ആണോ 3 ആണോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് എഴുതുക. മൂന്നാമത്തേൽ അത് തന്നെ എ ബോഡി മൂവ്സ് ഇൻ എ സ്പേസ്. സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ എത്ര ആക്സസ് എന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കും കൂടി മിസ് ഒരു ഓപ്ഷൻ തരാം. 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ 1, 2, 3ക്ക് ഇതിൽ ഏതൊക്കെ ആൻസേഴ്സ്, 3 ഉത്തരങ്ങളാണ് നമ്മളോട് എഴുതി അയക്കേണ്ടത് കേട്ടോ. 3 ഉത്തരങ്ങളാണ് നമുക്കിവിടെ വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തേന് ആൻസർ ബി ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. രണ്ടാമത്തേന് 3 എന്നാണെങ്കിൽ 3 എന്ന് കൊടുക്കുക. മൂന്നാമത്തേന് 1 ആണെങ്കിൽ 1 എന്ന ആൻസർ കൊടുക്കുക കേട്ടോ. And our final question number 5. For a gas, R by CV is equal to 0.67. So the gas is made up of molecules which are dash. Monoatomic ആണോ, diatomic ആണോ, polyatomic ആണോ, mixture of diatomic and polyatomic molecules ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേതാണ് കൃത്യമായ ഓപ്ഷൻ എന്നുള്ളത് മിസ്സിനൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഗാമയുടെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് ഈ ഉത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. കൃത്യമായിട്ട് ആൻസേഴ്സ് പറയാൻ സാധിക്കുവാണെങ്കിൽ ഇപ്പോൾ തന്നെ സമ്മാനം കിട്ടും. അറിയില്ലെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ കണ്ടോ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ വീഡിയോയും കാണുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അങ്ങനെ നമ്മുടെ 5 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൈനറ്റിക് തിയറി, ഗതിക സിദ്ധാന്തത്തെ കുറിച്ചിട്ട് വിശദമായി തന്നെ പഠിച്ചു അല്ലേ. +1 വളരെ പ്രധാനമായിട്ടുള്ള 13ാമത്തെ ചാപ്റ്ററാണിത്. ഇവിടെ പ്രധാനമായി നമ്മൾ പഠിച്ചത് എന്തിനൊക്കെ കുറിച്ചിട്ടാണെന്ന് പറയാമോ? ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്താ കണ്ടേ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ. ബോൾട്സ്മാനും ക്ലോഷ്യസും അതുപോലെ തന്നെ മാക്സ്വെല്ലും കൂടെ ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. അതിനുശേഷം പ്രഷർ ഓഫ് എ ഗ്യാസ് നമ്മൾ കണ്ടു, അതിൻ്റെ ഇക്വേഷൻ കണ്ടു, മിസ് പറഞ്ഞു. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വീഡിയോ വന്നിട്ടുണ്ട്, ലിങ്കിൽ ടച്ച് ചെയ്ത് നിങ്ങളത് കാണുക എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചിട്ട് രണ്ടാമത് നമ്മൾ എന്താ കണ്ടത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടു, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി കണ്ടു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് പഠിച്ചു, മോണോആറ്റോമിക്കിൻ്റെയും ഡയാറ്റോമിക്കിൻ്റെ എല്ലാം കണ്ടു. അവസാനം നമ്മൾ എന്താ കണ്ടേ, മീൻ ഫ്രീ പാത്ത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ് ഫ്രം ദ ചാപ്റ്റർ കൈനറ്റിക് തിയറി. ക്ലിയർ അല്ലേ? സോ മറ്റൊരു ചാപ്റ്റർ മിസ് ഉടനെ വരും. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ഓസിലേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അടുത്ത ദിവസവും മിസ്സിൻ്റെ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് എല്ലാവരും വരണം. അന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ലൈവ് ക്ലാസ്സിനെ പറ്റി പറയുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എക്സാം പോയിന്റ് പരീക്ഷ തീരുന്നത് വരെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കുമായിട്ട് ദിവസവും ലൈവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ 5 കുട്ടികൾക്ക് ഉത്തരം കൃത്യമായിട്ട് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് എക്സാം പോയിന്റ് ഗൈഡ് സമ്മാനമായും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായും എന്ത് ചെയ്യണം, ഈ ഒരു വലിയ ചാൻസ് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചൊരുങ്ങുക. പരീക്ഷയെ തെല്ലും ഭയമില്ലാതെ തന്നെ ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജാണ് ഈ ഒരു എക്സാം പോയിന്റിൻ്റെ ക്ലാസ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരിക. അപ്പോൾ കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ എക്സാം പോയിന്റ് ഇസ് ദേ വിത്ത് യു ടു ഹെൽപ്പ് യു ടു അപ്ഗ്രേഡ് യുവർ സെൽഫ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് മിസ് വീണ്ടും വരും. അതുവരെ ഇറ്റ്സ് മീ ആഷ്ലി മിസ്. ബൈ ബൈ.